നെത്തല്ലൂരമ്മ അഭീഷ്ടവരദായിനിയും കാരുണ്യാമൃത വർഷിണിയുമായ സാക്ഷാൽ ആദിപരാശക്തിയാം. ഒരു വിളിയാൽ എല്ലാം തരുന്ന ഭക്തരുടെ ഹൃദയവിലാസിനിയും ദേശപ്പെരുമയുടെ അധിഷ്ഠാനവുമായ നെത്തല്ലൂരമ്മയുടെ പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് തിരുവിളയാട്ടം ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. എന്ത് പറ്റി തിരുവനി, ഒരു ക്ഷീണം പോലെ? ഏയ് ഒന്നുമില്ല, ഇന്നലെ രാത്രിയിലത്തെ ഉറക്കക്കുറവുണ്ടായിരിക്കും. കൊച്ചുമോക്ക് നല്ല പനി, രാത്രി മുഴുവൻ മോളുടെ അടുത്തായിരുന്നു. കുഞ്ഞിന്റെ പനിയൊക്കെ മാറിക്കോളും തിരുവനി, എല്ലാം അമ്മ ആകത്തോളൂ. തീർച്ചയായും. എന്നാ ശരി. ശരി. അസുഖമൊക്കെ മാറിയോ മോക്ക്? സുഖമില്ലാന്ന് പറഞ്ഞിട്ട്? പനിയൊക്കെ മാറി മുത്തശ്ശ. അപ്പൊ എനിക്ക് അമ്മയെ കാണണോന്നൊരു തോന്നൽ, അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ആശ്വാസമായി. മോക്ക് സുഖമില്ലാത്തതുകൊണ്ട് മുത്തശ്ശന് നല്ല വിഷമം ഉണ്ടായിരുന്നു. എന്തായാലും ഭഗവതി കാത്തു. എന്നാ മോള് പെട്ടെന്ന് അമ്മയെ തൊഴുതുള്ളൂ, ക്ഷേത്രം അടയ്ക്കാൻ സമയമായി. ശരി മുത്തശ്ശ.
ഭൂർഭുവസ്വരം സവിതുർവരേണ്യം ഭർഗോ ദേവസ്ഥിതിമഹി ഓണപ്രചോദയാൽ ഓം 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 ശ്രീ ഓം ശ്രീ ശിവേ മുത്തശ്ശ, ആ എനിക്ക് നെത്തല്ലൂരമ്മയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. അതൊന്ന് പറഞ്ഞു തരാവോ? പറഞ്ഞു തരാലോ മോളൂന്. മുത്തശ്ശൻ എല്ലാം പറഞ്ഞു തരാം. ഒത്തിരി കാര്യങ്ങൾ അമ്മയെ പറ്റി പറയാനുണ്ട്. കുറേശ്ശെയായിട്ട് എല്ലാം മോക്ക് പറഞ്ഞു തരാം കേട്ടോ. ഈ ക്ഷേത്രത്തിലെ അമ്മ കാർത്യായനന്റെ പുത്രിയും പാർവതി ദേവിയുടെ 6ാം ഭാവവുമായ കാർത്യായനി ദുർഗാഭാവത്തിൽ പരിലസിക്കുന്നു. മഹിഷത്തിന്റെ ശിരസിൽ പാദം അമർത്തി നിൽക്കുന്ന സുന്ദരിയായ ഒരു കുമാരി ഭാവമാണ് അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ അണിഞ്ഞൊരുങ്ങി പൊട്ടൊക്കെ തൊട്ട് മുല്ലപ്പൂവൊക്കെ ചൂടി നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞ് ഒരുങ്ങി നിൽക്കുന്ന സുന്ദരി അമ്മ എൻ്റെ മോളെ പോലെ തന്നെ. അപ്പ എന്റെ ഇഷ്ടങ്ങൾ തന്നെയാണോ അമ്മയ്ക്കും? അതെ, അമ്മയ്ക്ക് നല്ല അലങ്കാരങ്ങളും സ്തുതികളും നൃത്തവും പാട്ടും എല്ലാം അങ്ങ് ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ മോളോട് അമ്മയുടെ നാമങ്ങളും കീർത്തനങ്ങളും എപ്പോഴും ജപിക്കാൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാവുന്ന സന്തോഷം അതൊന്ന് കാണേണ്ടത് തന്നെയാണ് മോളൂ. എഴുന്നേര്, വാ പോവാം. എന്താ മോളൂ ഈ ചെയ്യുന്നേ? അമ്മയ്ക്ക് പൂജിക്കാനുള്ള പൂക്കളല്ലേ ഇത്? നല്ല വൃത്തിയായിട്ട് എടുക്കേണ്ടതല്ലേ? ഭക്തിയുടെയും ശുദ്ധിയുടെയും വേണ്ടേ പൂക്കൾ ഒരുക്കാൻ? വൃത്തിയില്ലാതെ മോക്ക് ആരെങ്കിലും എന്തെങ്കിലും നന്നായി ഇഷ്ടാവോ? അതുപോലെ തന്നെയല്ലേ ഭഗവതിക്കും. മറിച്ചായാലും അമ്മ പിണങ്ങില്ലേ? സോറി മുത്തശ്ശ. മുത്തശ്ശ, മുത്തശ്ശൻ എങ്ങനെയാ അമ്മയെ പൂജിക്കുന്നത്? നമ്മൾ എങ്ങനെയാ നമ്മുടെ ബന്ധുക്കളൊക്കെ വരുമ്പം അവരെ സ്വീകരിക്കുന്നേ? അവർ വരുമ്പോൾ അവരോട് ഇരിക്കാൻ പറയും, കസേരയൊക്കെ വൃത്തിയാക്കി കൊടുക്കും. അത് കഴിഞ്ഞ് അവർക്ക് നല്ല ആഹാരം കൊടുക്കും. പിന്നെ വിശേഷങ്ങളൊക്കെ പറയും അല്ലേ? അതുപോലെ തന്നെ ഭഗവതിയെ സ്വീകരിക്കണം. ദുർഗാ പരമേശ്വരി ഭാവത്തിലാണ് പൂജകൾ. ആദ്യം ദേഹശുദ്ധി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ മോക്ക്? ഇല്ല. പറഞ്ഞു തരാം. പൂജിക്കുന്ന ആള് കുളിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഭസ്മചന്ദനാദികൾ അണിഞ്ഞ് അവനവന്റെ ദേഹവും മനസ്സും നിർമ്മലമാക്കി ഭഗവതിയെ പൂജിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന കർമ്മമാണ് ദേഹശുദ്ധി. മോക്ക് മനസ്സിലായോ? മനസ്സിലായി മുത്തശ്ശ. അതിനുശേഷം ഭഗവതിയെ ഇരുത്താനുള്ള പീഠം ഇതുപോലെ തന്നെ പൂജിക്കുന്നു. അതിന് സഹസ്രദള പത്മം സങ്കല്പിച്ച് അമ്മയെ അതിലിരുത്തി അമ്മയ്ക്ക് ഇഷ്ടമുള്ള നിവേദ്യങ്ങൾ കൊടുക്കുന്നു. ശർക്കരപ്പായസം, വെള്ള നിവേദ്യം, പാൽപ്പായസം, ത്രിമധുരം, അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം. അത് കഴിഞ്ഞ് പിന്നെ കൈയൊക്കെ കഴുകി വൃത്തിയാക്കി അമ്മയോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അമ്മയെ സ്തുതിച്ച് സന്തോഷവതിയാക്കി അണിയിച്ചൊരുക്കി നട തുറക്കുന്നു. ഈ പൂജയെ പ്രസന്ന പൂജ എന്ന് പറയുന്നു. ഒരു പൂജ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ അതിനുണ്ടാവും: പീഠപൂജ, മൂർത്തിപൂജ, പ്രസന്ന പൂജ. അമ്മയുടെ സന്തോഷവും അനുഗ്രഹവും വാത്സല്യവും സ്നേഹവും എല്ലാം നമുക്കിതിലൂടെ ഉണ്ടാവുന്നു. മുത്തശ്ശ, നമ്മൾ എന്തിനാണ് ഈ വഴിപാട് കഴിക്കുന്നത്? നമുക്കുണ്ടാവുന്ന സന്തോഷവും സന്താപവും ഭഗവതിയെ അറിയിക്കാനാണ്. എന്ന് വച്ചാൽ വഴിപാടിന് വഴി പോലെ ചെയ്യേണ്ടതെന്നൊരർത്ഥമുണ്ട്. വഴിപാടുകാരൻ്റെ സമർപ്പണവും ആരാധനയുമാണ് അമ്മയെ സന്തോഷവതിയാക്കുന്നത്. മോക്ക് മനസ്സിലായോ? പറഞ്ഞു തരാം. മോളുടെ പിറന്നാളിന് സമ്മാനമൊക്കെ കിട്ടുമ്പോൾ മോക്ക് സന്തോഷാവില്ലേ? അതുപോലെ തന്നെയാ ഭഗവതിക്കും. ഭക്തരുടെ സാന്നിധ്യവും ആരാധനയും കൊണ്ട് പുഷ്ടി പ്രാപിച്ച ദേവീ ചൈതന്യത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് ദേവിയുടെ കടാക്ഷമുണ്ടാകുകയും അങ്ങനെ നമുക്ക് വേണ്ടതെല്ലാം അമ്മ തരികയും ചെയ്യുന്നു. അപ്പൊ വഴിപാട് കഴിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം അമ്മ തരുമോ മുത്തശ്ശ? വഴിപാട് കഴിച്ചാൽ മാത്രം പോരെ മോളൂ. വഴിപാട് കഴിക്കുമ്പോൾ ഭക്തൻ ഈ ക്ഷേത്രത്തിലെ ചിട്ടവട്ടമനുസരിച്ച് തൻ്റെ പേരും നാളും പറഞ്ഞ് മനസ്സും ശരീരവും അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുക. തിരുമേനി ആരാധിക്കുന്ന അമ്മയുടെ അടുത്തിരുന്ന് പേരും നക്ഷത്രവും ഉച്ചരിച്ച് അമ്മയെ പൂജിക്കുന്നു. ആത്മസമർപ്പണത്തോടെ വഴിപാട് ചെയ്യുന്ന ആള് തൊഴുകൈകളോടെ നിന്ന് ഉദ്ദിഷ്ടകാര്യ സങ്കല്പത്തിൽ പ്രാർത്ഥനയോടെ നിൽക്കണം. തിരുമേനിയുടെ സങ്കല്പവും വഴിപാടുകാരൻ്റെ സങ്കല്പവും പ്രാർത്ഥനയും ഒന്നു ചേരുമ്പോഴാണ് വഴിപാടിന് ഫലമുണ്ടാവുന്നത്.
അപ്പം മുത്തശ്ശ ഇന്നാളെ എനിക്ക് അസുഖം വന്നല്ലോ. അന്ന് അമ്മയ്ക്ക് വഴിപാട് കഴിച്ചപ്പോൾ ഞാനന്ന് അമ്മയുടെ അടുത്ത് പോയില്ലല്ലോ. അത് ഭഗവതിക്ക് അറിയാമല്ലോ, എൻ്റെ മോക്ക് വയ്യാണ്ടിരിക്കുകയാണെന്ന്. അല്ലാണ്ട് മനഃപൂർവ്വമായി പോവാത്തതല്ലല്ലോ. മോളോട് അമ്മയ്ക്ക് ഇഷ്ടവും അനുഗ്രഹവും ഉണ്ടാവും. മുത്തശ്ശൻ എപ്പോഴും പറയുമല്ലോ, അമ്മയുടെ നടയിൽ നിൽക്കുമ്പോൾ ഉറക്കെ നാമം ജപിച്ച് പ്രാർത്ഥിക്കണമെന്ന്. പതുക്കെ ജപിച്ചാലും ഭഗവതി അനുഗ്രഹിക്കില്ലേ മുത്തശ്ശ? പതുക്കെ ജപിച്ചാലും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവും മോളൂ. എന്നാലും അമ്മയുടെ നാമം ഉറക്കെ ജപിക്കുമ്പോൾ അത് അമ്മയുടെ പരിവാരങ്ങളും ഭക്തജനങ്ങളും എല്ലാം കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സ് ദേവീ സങ്കല്പത്തിലേക്ക് വരും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹമുണ്ടാവും. പിന്നെ നമ്മൾ ഉച്ചത്തിൽ നാമം ജപിക്കുമ്പോൾ ചുറ്റുമുള്ള മറ്റു കാര്യങ്ങളെല്ലാം മറക്കും. മോളൂവിനോട് അമ്മ പറയാറില്ലേ, പുസ്തകം വായിക്കുമ്പോൾ ഉറക്കെ വായിക്കണമെന്ന്? അതുപോലെ തന്നെയാണ് പ്രാർത്ഥിക്കുമ്പോഴും ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ അമ്മ നമ്മളെ കേൾക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അതാണ് ഉറക്കെ ജപിക്കുന്നതിൻ്റെ പ്രാധാന്യം. മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ, മടി കൂടാതെ, ലജ്ജയില്ലാതെ അമ്മയുടെ നാമം ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും അമ്മയുടെ കാരുണ്യത്തിന് പാത്രമാവുന്നു. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാമം ഏതാണ് മുത്തശ്ശ? അമ്മയ്ക്ക് എല്ലാ നാമങ്ങളും കീർത്തനങ്ങളും ചൊല്ലുമ്പോൾ ഇഷ്ടമാണ്. എന്നാൽ എല്ലാവരും കൂട്ടായി ചൊല്ലുമ്പോൾ ലളിതമായ ആവർത്തിച്ചുള്ള നാമങ്ങളാണ് ചൊല്ലേണ്ടത്. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ദുർഗേ നാരായണ. ഈ മന്ത്രം ശ്രദ്ധയോടെ അമ്മയെ നമ്മുടെ മനസ്സിൽ ചേർത്തുകൊണ്ട് ദൃഢമായും ഭക്തിയോടെയും ജപിക്കുമ്പോൾ ദേവീ പ്രസാദം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദേവിയുടെ ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താ മുത്തശ്ശ? ഏയ്, നീ ഇങ്ങനെ സംശയം ചോദിച്ചോണ്ടിരുന്ന മുത്തശ്ശൻ അമ്പലത്തിൽ പോകണ്ടേ? അതുകൊണ്ട് മോള് ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരൂ, എന്നിട്ട് പറഞ്ഞു തരാം. മുത്തശ്ശന് ഒത്തിരി ജോലിയുണ്ട്, അതുകൊണ്ടല്ലേ. ചെല്ലും മോളെ. ഓ, ആരാ ഇത്? ആ, തിരുമേനി. തിരുമേനിയും കൊച്ചുമോളൂടെ ഇന്ന് ഒന്നിച്ചാണോ പൂജയ്ക്ക് പോകുന്നത്? ഉവ്വ, ഇന്ന് ഞാനും മോളും കൂടെ പോയി അമ്മയുടെ പൂജ എല്ലാം ചെയ്യും. ആ, ഇല്ലേ മോളു? ശരി തിരുമേനി. ആയിക്കോട്ടെ. അപ്പൊ മോളു എന്താ മുത്തശ്ശനോട് ചോദിച്ചത്? അമ്മയുടെ ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ? മുത്തശ്ശൻ പറഞ്ഞു തരാം. ശരി മുത്തശ്ശ, മുത്തശ്ശൻ പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാൻ നല്ല രസം തന്നെയാണ്. മുത്തശ്ശനെ അങ്ങനെ സുഖിപ്പിക്കണ്ടാട്ടോ മോളു. അമ്മയുടെ കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമാണ്. നത്തല്ലൂരമ്മയുടെ ഉത്സവം വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് വരുന്നത്. ശരിക്കും ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവീ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന പുണ്യ ദിനങ്ങളാണ്. ചൈതന്യം ഏതെങ്കിലും വിധത്തിൽ ലോപം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ദേവീ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള കർമ്മങ്ങളാണ് ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന പൂജാവിധികൾ. ഉത്സവബലി, നവകം, കലശങ്ങൾ, ശ്രീഭൂതബലി എന്നൊക്കെ മോള് കേട്ടിട്ടില്ലേ? ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് അമ്മയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം അമ്മയുടെ ഭൂതഗണങ്ങളെയും സന്തോഷിപ്പിക്കുവാനുള്ള കർമ്മങ്ങൾ ഉത്സവകാലത്ത് ചെയ്യും. ആ സമയത്ത് അമ്മയുടെ എല്ലാ മക്കളും സന്തോഷമായി അമ്മയുടെ അടുത്ത് വന്ന് അമ്മയുടെ ഉത്സവ കർമ്മങ്ങളിൽ പങ്കാളികളാണ്. ശിവേലിക്കും വിളക്കിന് അമ്മ പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ വെറുതെ നോക്കി നിൽക്കാതെ അമ്മ വരുന്ന വീതിയിൽ തടസ്സമൊന്നും ഉണ്ടാകാതെ അമ്മയുടെ കൂടെ നടക്കണം. അമ്മയ്ക്ക് അകമ്പടിയായി അമ്മയുടെ നാമം ജപിച്ച് അമ്മയുടെ കൂടെ ആദരവോടെ പ്രദക്ഷിണം ചെയ്യണം. ഇതിലെല്ലാം നാം പങ്കാളികളാവുമ്പോൾ അമ്മയുടെ മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഉത്സവ ദിവസങ്ങളിൽ അമ്മയുടെ എല്ലാ മക്കളും അമ്മയുടെ അടുത്തു വന്ന് സന്തോഷത്തോടെ പൂജകളിലെല്ലാം പങ്കുചേരും. ഉത്സവത്തിന് മുന്നോടിയായി അമ്മയുടെ മുൻപിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കൊടിമരത്തിൽ കൊടിയേറ്റി 10 ദിവസത്തെ നീണ്ട ചടങ്ങുകൾക്ക് ശേഷം കൊടിയിറക്കും. 10ാം ദിവസമാണ് ആറാട്ട്. നീരാട്ട് കഴിഞ്ഞ് അമ്മ വരുമ്പോൾ എല്ലാ ഭക്തരും താലപ്പൊലിയോടെ അമ്മയെ എതിരേക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അമ്മയുടെ പ്രതിഷ്ഠാദിനവും പൊങ്കാലയും. പിന്നെ നവരാത്രി കാലം എത്രയോ ചണ്ഡികാഹോമങ്ങൾ, നവാഹയജ്ഞങ്ങൾ എല്ലാം ഈ മണ്ണിൽ നടന്നിട്ടുണ്ട്. ഇന്ന് മുത്തശ്ശനും കൊച്ചുമോളോട് എന്ത് വിശേഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. മോക്ക് അമ്മയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണമെന്ന് പറഞ്ഞു. എനിക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തുവെന്നേ ഉള്ളൂ. തിരുമേനി അമ്പലത്തിലേക്കാണോ? അതെ, ഇന്ന് മോളും കൂടെ പോരുന്നുണ്ടെന്ന് പറഞ്ഞു, അതാ കൂടെ കൂട്ടിയത്. ശരി തിരുമേനി. ശരി. അമ്പലത്തിലൊക്കെ വരുമ്പോ എന്ത് ഭക്തിയാണെന്നറിയാവോ? നല്ല ഓമനത്തുള്ള കുട്ടി. നമുക്കെങ്ങനെ ഇരുന്നാ മതിയോ മോളൂ? അമ്പലത്തിൽ പോകണ്ടേ? ഒത്തിരി ജോലിയുണ്ട്. മുത്തശ്ശൻ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം അറിയോ? അതൊന്ന് പറഞ്ഞു തരുമോ?
മോളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് റോഡിന്റെ നടുക്കൂടെ നടക്കരുതെന്ന്. ഇങ്ങനെ ചെയ്താൽ അച്ഛനോട് പറഞ്ഞ് നല്ല അടി മേടിച്ചു തരും കേട്ടോ. മറന്നുപോയി മുത്തശ്ശ, വഴക്ക് പറയല്ലേ. മുത്തശ്ശന്റെ മുത്തല്ലേ ഞാൻ. മുത്തശ്ശ, എനിക്ക് അമ്മയുടെ ഐതിഹ്യം കൂടി പറഞ്ഞു തരുമോ? പറയാം. ദേശാതിർത്തികളില്ലാതെ എല്ലാവരും ആശ്രയിക്കുന്ന അഭീഷ്ടവരദായിനിയായിട്ടാണ് നത്തല്ലൂരമ്മ പരിലസിക്കുന്നത്. പുരാണത്തിനും ചരിത്രത്തിനും വേരോട്ടമുള്ള ഐതിഹ്യമാണ് അമ്മയുടേത്. പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠ കഴിക്കുകയും ഇടപ്പള്ളി രാജാക്കന്മാരാൽ പൂജിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. മൂകാംബിക ക്ഷേത്രം, പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലെ സരസ്വതീ ചൈതന്യത്തിന് സമാനമാണ് നത്തല്ലൂരമ്മയുടെയും ചൈതന്യമെന്ന് ആചാര്യന്മാർ പറയുന്നു. കന്നിമാസത്തിലെ നവരാത്രിക്കാലം അമ്മയ്ക്ക് സരസ്വതീ പൂജയുടെ കാലമാണ്. ആ സമയത്ത് പല കലാകാരന്മാരും കലാകാരികളും അമ്മയുടെ സവിധത്തിലെത്തി മണ്ഡപത്തിൽ കലാരൂപങ്ങൾ അവതരിപ്പിച്ച് അമ്മയെ ആനന്ദിപ്പിച്ച് അമ്മയുടെ അനുഗ്രഹവും ഏറ്റുവാങ്ങി പോകുന്നു. മോളും അതുപോലെ പാട്ടും നൃത്തവും ഒക്കെ പഠിച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങണം കേട്ടോ. ആ ശരി മുത്തശ്ശ. മോളും വലുതാകുമ്പോ പാട്ടും ഡാൻസും ഒക്കെ പഠിച്ച് അമ്മയുടെ മുന്നിൽ കളിക്കും. മുത്തശ്ശൻ പ്രസാദം കൊടുക്കുമ്പോ എന്തിനാണ് എല്ലാരും പൈസ തരുന്നത്? അതെന്താ മുത്തശ്ശന് മാത്രം അങ്ങനെ? അമ്പടി കുറുമ്പി, നീ അമ്പലത്തിൽ വരുമ്പോ എന്തൊക്കെയാ ശ്രദ്ധിക്കണേ? പറഞ്ഞു തരാം. മുത്തശ്ശന് മാത്രമല്ല, അമ്മയെ സേവിക്കുന്ന എല്ലാവർക്കും അമ്മയുടെ മക്കൾ വന്നാൽ ദക്ഷിണ കൊടുക്കും. അതെന്താണെന്നറിയാവോ? അവരുടെ അമ്മയെ പിതൃമാതൃ വാത്സല്യത്തോടെ കുളിപ്പിച്ചൊരുക്കി ഭഗവതിയുടെ ചിട്ടകളെല്ലാം ഭംഗിയായി ചെയ്തും ഭക്തരുടെ വഴിപാടുകളൊക്കെ വേണ്ട വിധത്തിൽ നടത്തി കൊടുക്കുന്നതും തിരുമേനിയല്ലയോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കേണ്ടത് അമ്മയുടെ ഭക്തരും. അതുകൊണ്ടാണ് എല്ലാവരും ആ കർമ്മഫലം ഈ നാടിനും തങ്ങളിലേക്കും വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദക്ഷിണ നൽകുന്നത്. അമ്മയെ സേവിക്കുന്നവർക്കെല്ലാം അമ്മ മനസ്സറിഞ്ഞ് വേണ്ടതെല്ലാം കൊടുക്കും. എങ്ങനെ അമ്മയുടെ ആഗ്രഹങ്ങൾ പറയുന്നത്? മുത്തശ്ശൻ അതെങ്ങനെ അറിയാം? അതോ, അമ്മയോട് ശുദ്ധ മനസ്സോടെ പ്രാർത്ഥിച്ചാൽ മതി. അമ്മയുടെ ആവശ്യങ്ങളെല്ലാം നമ്മളെ അറിയിക്കും. അതെ, അമ്പലം തുറക്കാറായി മോളൂ. ഇനി മുത്തശ്ശന് ഒരുപാട് ജോലിയുണ്ട്. ദീപാരാധനയ്ക്ക് ഒരുക്കണം, അത്താഴപ്പൂജ കഴിക്കണം. അതുകൊണ്ട് മോള് വികൃതിയൊന്നും കാട്ടില്ല കേട്ടോ. പോ. ഗുരുവായൂരമ്പലത്തിലും ചോറ്റാനിക്കരയിലും ഒക്കെ നല്ല സ്വർണ്ണ തിളക്കമുള്ള കൊടിമരമാണല്ലോ മുത്തശ്ശ. നമ്മുടെ അമ്മയ്ക്ക് എന്താ അതുപോലത്തെ കൊടിമരം ഇല്ലാത്തത്? അമ്മയ്ക്കും ആഗ്രഹം കാണില്ലേ സ്വർണ്ണപ്രഭയുള്ള കൊടിമരം? അമ്മയ്ക്കും നല്ല തിളക്കമുള്ള കൊടിമരവും മൂകാംബികാദേവി എഴുന്നള്ളതുപോലെ വലിയ തേരും വരും. അതിൽ അമ്മ ഇരുന്നരുളി മക്കളെല്ലാം ഒത്തുചേർന്ന് തേര് വലിച്ച് പ്രദക്ഷിണം നടത്തുകയും ചെയ്യുന്ന മൂകാംബിക സമാനമായ മഹോത്സവം ഇവിടെയും ഉണ്ടാവും മോളൂ. നത്തല്ലൂർ ക്ഷേത്രം അധികം വൈകാതെ ഭക്തസഹസ്രങ്ങളുടെ ആശ്രയ കേന്ദ്രമായി മാറും മോളൂ. ഒരു മഹാക്ഷേത്രമായി അമ്മയുടെ സന്നിധാനം മാറുന്നതിന് വലിയ കാലദൈർഘ്യമില്ല. ദേവിയമ്മ അറിയാതെ മോൾ ഇത്രയും നാളെ ഇവിടെ വന്ന് തൊഴുതേ. അമ്മയെക്കുറിച്ച് മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ ഞാനിനി എല്ലാരോടും പറഞ്ഞു കൊടുക്കും. ശരി ശരി, അങ്ങനെ തന്നെ വേണം. നമ്മളാണ് നമ്മുടെ നത്തല്ലൂരമ്മയുടെ കാര്യങ്ങൾ എല്ലാവർക്കും പകർന്നു നൽകേണ്ടത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ചീത്ത വഴിയെ പോകില്ല. അധർമ്മവും ഹീനമായ കുറ്റകൃത്യങ്ങളും ചെയ്യില്ല മോളൂ. നമ്മുടെ ഓരോ കുടുംബവും അമ്മയെ നമ്മുടെ ഗൃഹത്തിലെ പ്രധാന അംഗമായി പ്രതിഷ്ഠിച്ചാൽ നമ്മുടെ എല്ലാ ഗൃഹത്തിലും ഈ ദേശത്തിലും ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. ശരി മോളൂ, മുത്തശ്ശന് ഒത്തിരി ജോലികളുണ്ട്. ഇത് കഴിഞ്ഞ് രാത്രി കിടക്കുമ്പോൾ മുത്തശ്ശൻ നത്തല്ലൂരമ്മയുടെ കഥകൾ പറഞ്ഞു തരാം കേട്ടോ. ശരി മുത്തശ്ശ. അച്ഛാ, അച്ഛാ, മോള് രാവിലെ 2 വട്ടം ഛർദ്ദിച്ചു. അതുകൊണ്ട് ഡോക്ടറെ കാണിച്ച് ഇഞ്ചക്ഷനും എടുത്തു. അതാ രാവിലെ അമ്പലത്തിൽ വരാൻ സാധിക്കാഞ്ഞ്. ഇപ്പോഴാ പനിയൊന്ന് വിട്ട് അവളൊന്ന് എണീറ്റത്. പിന്നെ ഒരേ നിർബന്ധം അമ്പലത്തിൽ വരണമെന്ന്. പിന്നെ മേല് കഴിച്ചിട്ട് കൊണ്ടുപോകുന്നതാ. രാവിലെ അമ്പലത്തിൽ വന്നതല്ലേ? അവള് പറഞ്ഞല്ലോ പനിയൊക്കെ ഭേദമായിന്ന്. അമ്മയോട് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോകുന്നതെന്ന്. പിന്നെ നീ എന്തിനാ കള്ളം പറയുന്നേ? മുത്തശ്ശ അവളെ രാവിലെ തൊട്ട് കിടന്ന് കിടപ്പാ. അച്ഛനും അമ്മയും ആശുപത്രിയിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് അവൾ ഇപ്പോഴാണ് വന്ന് എണീറ്റേ. അതെ.
അമ്മേ അമ്മേ, എന്റെ കൂടെ ഇത്രയും നേരം നടന്നതും എന്നോട് വർത്തമാനം പറഞ്ഞതും ആരായിരുന്നു അമ്മേ? എന്നെ പരീക്ഷിക്കുകയായിരുന്നു അമ്മേ. അമ്മേ, വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രയും നേരം എന്റെ കൂടെ നടന്നതും എന്നോട് വർത്തമാനം പറഞ്ഞതും ഒക്കെ അമ്മയായിരുന്നോ? അമ്മേ, പരീക്ഷിക്കരുതേ അമ്മേ, പരീക്ഷിക്കരുതേ അമ്മേ. എന്റെ ഭഗവതി, ഈയുള്ളവനോട് ക്ഷമിക്കണമേ. എന്താ മോള് ഈ ചെയ്യുന്നേ? അമ്മയ്ക്ക് പൂജിക്കാനുള്ള പൂക്കളല്ലേ? ഇങ്ങനെ ചെയ്താൽ അച്ഛനോട് പറഞ്ഞ് നല്ല അടി മേടിച്ചു തരും കേട്ടോ. ഒന്നും അറിഞ്ഞില്ലല്ലോ. വഴക്ക് പറഞ്ഞതും ശാസിച്ചതും ഒന്നും അറിഞ്ഞില്ലല്ലോ. അമ്മേ മഹാമായേ, ആശ്രയമരുളുന്ന തായേ, നെത്തല്ലൂർ പുരി തന്നിൽ ആണ്ടുവിളയാടും അമ്മേ. അമ്മേ മഹാമായേ, ആശ്രയമരുളുന്ന തായേ, നെത്തല്ലൂർ പുരി തന്നിൽ ആണ്ടുവിളയാടും അമ്മേ. മംഗളശൂലിനി മഹിഷമർദിനി, ചണ്ഡികേ അംബികേ ശാന്തിരൂപിണി. അമ്മ മംഗളശൂലിനി മഹിഷമർദിനി, ചണ്ഡികേ അംബികേ ശാന്തിരൂപിണി. അമ്മേ മഹാമായേ, ആശ്രയമരുളുന്ന തായേ, വെത്തല്ലൂർ പുരി തന്നിൽ ആണ്ടുവിളയാടും അമ്മേ. ശൂലധാരിണി, ദുരിതനാശിനി, അമ്മ വ്യാധിനാശിനി, ലീലകളാടുന്ന ശൂലധാരിണി. ആടണം പാടണം നിൻ തിരുനടയിൽ, ആദികൾ മാറ്റണം സത്യരൂപിണി. ആടണം പാടണം നിൻ തിരുനടയിൽ, ആദികൾ മാറ്റണം സത്യരൂപിണി. അമ്മേ മഹാമായേ, ആശ്രയമരുളുന്ന തായേ, നെത്തല്ലൂർ പുരി തന്നിൽ ആണ്ടുവിളയാടും അമ്മേ. കളമമോഹനം അമ്മ ഗാത്രസുന്ദരം, അലിയുഗതായേ അമ്മേ കാഞ്ചനരൂപേ. കളമമോഹനം അമ്മ ഗാത്രസുന്ദരം, കലിയുഗതായേ അമ്മേ കാഞ്ചനരൂപേ. മുക്തിരൂപിണി അമ്മ ഖഡ്ഗധാരിണി, അഭയരൂപിണി അമ്മ രിപുവിനാശിനി. മുക്തിരൂപിണി അമ്മ ഖഡ്ഗധാരിണി, അഭയരൂപിണി അമ്മ രിപുവിനാശിനി. അമ്മേ മഹാമായേ, ആശ്രയമരുളുന്ന തായേ,
മുക്കോടി ദേവകൾക്കും അമ്മയായി മരുവുന്ന തമ്പുരാട്ടി, അറിവിൻ്റെ അമൃതേകി അഴലുമാധിയും തീർത്തു കാത്തിടുക ദേവിയമ്മേ. ദേവിയമ്മേ, ദേവിയമ്മേ, ഞങ്ങളുടെ ദേവിയമ്മേ, കാത്തിടണേ ഞങ്ങളെ കാത്തിടണേ. ദേവിയമ്മേ, ഞങ്ങളുടെ ദേവിയമ്മേ, കാത്തിടണേ ഞങ്ങളെ കാത്തിടണേ. പായസവും പഞ്ചാമൃതവും ഏകിടാന്നേ ഞങ്ങളേകിടാന്നേ. പായസവും പഞ്ചാമൃതവും ഏകിടാന്നേ ഞങ്ങളേകിടാന്നേ. അമ്മേ മഹാമായേ, ആശ്രയമരുളുന്ന തായേ, വെത്തല്ലൂർ പുരി തന്നിൽ ആണ്ടുവിളയാടുമമ്മേ. അമ്മ 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 എൻ്റെ അമ്മ, വെത്തല്ലൂര് വാഴുമെൻ്റെ പൊന്നു തമ്പുരാട്ടി. അമ്മ 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 എൻ്റെ അമ്മ, വെത്തല്ലൂര് വാഴുമെൻ്റെ പൊന്നു തമ്പുരാട്ടി. അമ്മയ്ക്കഭിഷേകം ശേഷം അമ്മയ്ക്കലങ്കാരം, ചിത്രവർണ്ണപ്പട്ട് ഒന്നു ചുറ്റിടുന്നേനമ്മ. ആഹാ, അമ്മയ്ക്കഭിഷേകം ശേഷം അമ്മയ്ക്കലങ്കാരം, ചിത്രവർണ്ണപ്പട്ട് ഒന്ന് ചുറ്റിടുന്നേനമ്മ. പൂമാല ചാർത്തിടുന്നേ, ഉമയിൽ ചന്ദനം പൂശിടുന്നേ. പൂമാല ചാർത്തിടുന്നേ, ഉമയിൽ ചന്ദനം പൂശിടുന്നേ. തിരുനെറ്റിയിൽ വട്ടപ്പൊട്ടും ചെഞ്ചുണ്ടിൽ പുഞ്ചിരിയും ചിത്തത്തിൽ ആനന്ദവും അമ്മതൻ ഭാവത്തോടെ. ആഹാ, നെറ്റിയിൽ വട്ടപ്പൊട്ടും ചെഞ്ചുണ്ടിൽ പുഞ്ചിരിയും ചിത്തത്തിൽ ആനന്ദവും അമ്മതൻ ഭാവത്തോടെ. ഭക്തരെ തൊട്ടു തലോടുന്നമ്മ, ഭക്തരെ തൊട്ടു തലോടുന്നമ്മ, ഭക്തരെ തൊട്ടു തലോടുന്നമ്മ, ഭക്തരെ തൊട്ടു തലോടുന്നമ്മ. മക്കൾ തൻ ചുണ്ടിലല്ല അമ്മതൻ നാമം മാത്രം, ഭക്തർ തൻ ചിത്തത്തിലെ അമ്മതൻ രൂപം മാത്രം. മക്കൾ തൻ ചുണ്ടിലല്ല അമ്മതൻ നാമം മാത്രം, ഭക്തർ തൻ ചിത്തത്തിലെ അമ്മതൻ രൂപം മാത്രം. അമ്മേ മഹാമായേ, ആശ്രയമരുളുന്ന തായേ, വെത്തല്ലൂർ പുരി തന്നിൽ ആണ്ടുവിളയാടുമമ്മേ. കർപ്പൂരനായകി കനകവല്ലി, ദുർഗേ മഹാദുർഗേ പുഷ്പധാരിണി. കർപ്പൂരനായകി കനകവല്ലി, ദുർഗേ മഹാദുർഗേ പുഷ്പധാരിണി. ഖഡ്ഗിനി ശൂലിനി ചക്രിനി അമ്മേ, ശംഖിനി ചാപിനി നാഗരൂപിണി അമ്മേ. ഖഡ്ഗിനി ശൂലിനി ചക്രിനി അമ്മേ, ശംഖിനി ചാപിനി നാഗരൂപിണി. അമ്മേ മഹാമായേ, ആശ്രയമരുളുന്ന തായേ, വെത്തല്ലൂർ പുരി തന്നിൽ ആണ്ടുവിളയാടുമമ്മേ. ആശ്രയമരുളുന്ന തായേ, വെത്തല്ലൂർ പുരി തന്നിൽ ആണ്ടുവിളയാടുമമ്മേ. കാർത്തികൈ
കാർത്തികൈ മാസം അമ്മയ്ക്കുത്സവനാള്, വീഥികളെല്ലാം അല്ലത്തോരണമാല. കാർത്തികൈ മാസം അമ്മയ്ക്കുത്സവനാള്, വീഥികളെല്ലാം അല്ലത്തോരണമാല. ജാതികളില്ല അമ്മേ ഭേദവുമില്ല, ഞാനും നീയും എന്നൊരു വേർതിരിവില്ല. ജാതികളില്ല അമ്മേ ഭേദവുമില്ല, ഞാനും നീയും എന്നൊരു വേർതിരിവില്ല. കാർത്തികൈ മാസം അമ്മയ്ക്കുത്സവനാള്, വീഥികളെല്ലാം അല്ലത്തോരണമാല. കാർത്തികൈ മാസം അമ്മയ്ക്കുത്സവനാള്, വീഥികളെല്ലാം അല്ലത്തോരണമാല. ജാതികളില്ല അമ്മേ ഭേദവുമില്ല, ഞാനും നീയും എന്നൊരു വേർതിരിവില്ല. ജാതികളില്ല അമ്മേ ഭേദവുമില്ല, ഞാനും നീയും എന്നൊരു വേർതിരിവില്ല. സന്തോഷത്തിൻ നിറനാളുകളല്ലോ, കാഹളമേളം കുടിരാഗം താളം. 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 കാർത്തികൈ മാസം അമ്മയ്ക്കുത്സവനാള്, വീഥികളെല്ലാം നല്ല തോരണമാല. ഉത്സവമേളം അമ്മയ്ക്കുത്സവമേളം, 10 ദിവസം അമ്മയ്ക്കുത്സവമേളം. ഉത്സവമേളം അമ്മയ്ക്കുത്സവമേളം, 10 ദിവസം അമ്മയ്ക്കുത്സവമേളം. ഉത്സവമേളം അമ്മയ്ക്കുത്സവമേളം, 10 ദിവസം അമ്മയ്ക്കുത്സവമേളം. 10 ദിവസം അമ്മയ്ക്കുത്സവമേളം, 10 ദിവസം അമ്മയ്ക്കുത്സവമേളം. യോഗസ്തബോധമോദാനം സത്യം ശൗചം ദയാശ്രുതം വിദ്യാവിജ്ഞാനമാസ്തക്യ ഏതൽ ബ്രാഹ്മണലക്ഷണം അധ്യാപനം ചാധ്യയനം യജനം യാജനം തഥാ ദാനം പ്രതിഗ്രഹൈശ്ചൈവ ബ്രാഹ്മണാ നാമ കൽപ്പയൻ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണം പരധർമാസ്വനാഷ്ടിതാ സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ആചാര പരമോ ധർമ്മ ശ്രുത്യുക്തസ്മാർത്തയേവ ച തസ്മാദസ്മിൻ സദാ യുക്തോ നിത്യം സ്യാദ്യാത്മവാൻ ദ്വിജാം. ആചാരപരമാ വിദ്യാം ആചാരപരമാഗതിം സദാചാരവതാം പുംസാം സർവജ്ഞാപ്യഭയം ഭവേത്. നിത്യം സ്നാത്വാ ശുചികാര്യോ ദേവർഷി പിതുതർപ്പണം ദേവതാഭ്യർച്ചനം ചൈവ സന്ധ്യാവന്ദനമേവ ച.